ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. മാംഗോ ഫ്ലേവറിൽ വരുന്ന അവിൽ മിൽക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അവിൽ മിൽക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 കപ്പ് അവിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇത് നല്ല കുത്തി അരിയുടെ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, റെഡ് കളറ് വരുന്നത്. നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് അത് വറന്ന് കിട്ടും. അപ്പോൾ ഒരു പൊടിയുന്ന പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ വറുത്താവിൽ ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടിയിൽ നിന്ന് കരിഞ്ഞു പോകും. മാംഗോ അവിൽ മിൽക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ നല്ലൊരു പഴുത്ത മാങ്ങയും ഒരു പഴവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിൽ മിൽക്കിന് എപ്പോഴും നമ്മൾ പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് മാങ്ങ തൊലി കളഞ്ഞിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. മാങ്ങയുടെ തോല് കളഞ്ഞിട്ട് നമ്മൾ മാങ്ങ മുറിച്ചെടുക്കുന്നതിനേയും കാട്ടി എളുപ്പത്തിൽ നമുക്കിതുപോലെ മാങ്ങ മുറിച്ചിട്ട് അതിൽ നിന്നൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാങ്ങയുടെ ഫ്ലഷൊക്കെ എടുക്കാൻ പറ്റും. ഒരു മാങ്ങ ഞാൻ മുഴുവനായിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പഴം ഇട്ട് കൊടുക്കണം. അപ്പം നല്ല പഴുത്ത പൂവമ്പഴമാണ്. അത് ചെറിയ പീസാക്കിയിട്ട് നമുക്കിതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ പഴത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കൂടുതൽ പഴം ചേർത്ത് കൊടുക്കാം. എന്നാലും മാങ്ങയുടെ കൂടെ പഴം വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴം ഒഴിവാക്കാവുന്നതാണ്. മാംഗോ അവിൽ മിൽക്കായതുകൊണ്ട് തന്നെ ഇതിൽ മാങ്ങ ഇടുന്നത് കൊണ്ട് മാങ്ങയുടെ ഫ്ലേവറാണ് മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പഴം ഇട്ടത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം ഞാനിത് കുട്ടികളൊക്കെ കുടിക്കുന്നതല്ലേ, അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വരെ വയറ്റി ചെല്ലുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പഴമൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ 3 സ്പൂണൊക്കെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതൊരിക്കലും മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല, അത് വല്ലാതെ അങ്ങ് ലൂസായിപ്പോൾ. ഇപ്പം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അവിൽ മിൽക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കടകളിൽ നിന്നൊക്കെ അവിൽ മിൽക്ക് നല്ല വലിയ ഗ്ലാസ്സിലാണ് കിട്ടാൻ. അതുകൊണ്ട് തന്നെ ഞാൻ 2 ജ്യൂസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഗാർണിഷ് ചെയ്യാനും ടോപ്പിങ്ങിനൊക്കെ ആയിട്ട് കുറച്ച് നിലക്കടലയും ടൂട്ടി ഫ്രൂട്ടി കുറച്ച് നട്ട്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഗ്ലാസിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള മാംഗോ ആൻഡ് ബനാന പൾപ്പിട്ട് കൊടുക്കാം. നമ്മളെടുക്കുന്ന ഗ്ലാസിൻ്റെ ഒരു കാഭാഗത്തോളം ഈ മാംഗോ പൾപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള അവിൽ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ലെയറാക്കിയിട്ടൊക്കെ ഇട്ടിട്ട് കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പൾപ്പിലേക്ക് ഡയറക്റ്റായിട്ട് വറുത്ത അവിൽ ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഗ്ലാസ് ഒരു 3/4 ഭാഗം നിറയുന്നത് വരെ അവിലിട്ട് കൊടുക്കുന്നുണ്ട്. അവിലിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ചുകൂടി മാംഗോ പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് നമുക്ക് നല്ല തണുത്ത പാലൊഴിച്ച് കൊടുക്കാം. ഞാനിവിടെ നമ്മുടെ സാധാരണ പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചിട്ട് തണുപ്പിച്ചിട്ടുള്ള പാലായാലും ഒഴിച്ച് കൊടുക്കാം. ഞാൻ ആ ഗ്ലാസ് നിറയുന്നത് വരെ അതിലേക്ക് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മിക്സ് ആക്കിയിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ നമുക്ക് ഐസ്ക്രീം ഇട്ടിട്ട് സെർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഐസ്ക്രീം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കിതുപോലെ നട്ട്സും കുറച്ച് കടലൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതിലൊരുപാട് കടലയും നട്ട്സൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രൂട്ട് സലാഡ് പോലെ തന്നെ ഫീൽ ചെയ്യും. അതുപോലെ തന്നെ കുറച്ച് ആപ്പിളും ഉറുമാമ്പഴമൊക്കെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാകും. അങ്ങനെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ അവിൽ മിൽക്ക് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഐസ്ക്രീം മാംഗോ ഐസ്ക്രീം തന്നെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കുടിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.